മെത്രാന്മാരെ ഇരുത്തിയടക്കുമ്പോൾ കുഞ്ഞാടുകളെ നിർത്തിയടക്കിക്കൂടെ? ന്യായമായ ചോദ്യമല്ലേ ഇത്? മെത്രാന്മാരെ എന്തുകൊണ്ടാണ് ഇരുത്തിയടക്കുന്നത് എന്നതിൻ്റെ ഒരു തിയോളജിയും ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. പണ്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത്, അതുകൊണ്ട് ഞങ്ങളും ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു, അത്ര തന്നെ. പൂച്ചാണ്ടി വേഷക്കാർ മരിച്ചു പോകുമ്പോൾ കാലം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഇവന്മാരെ കാലം കൊണ്ടുപോയി എന്നാണ് പറയേണ്ടുന്നത്. ജീവിതകാലം മുഴുവനും സുഖിച്ച് ഒടുവിൽ പുഴുത്തു മരിക്കുമ്പോൾ അവസാനത്തെ ആഡംബരം എന്ന നിലയ്ക്കാണ് ഇവരെ കുത്തിയിരുത്തി കുന്തിരിക്കുമിട്ട് മൂടുന്നത്. കാരണം ലവൻ മേളിലോട്ട് ചെല്ലുമ്പോൾ ഒരു ഇൻട്രോ ഉണ്ടാകും. അനേകായിരം കുഞ്ഞാടുകളെ ദൈവത്തിൽ നിന്നകറ്റിയ പൂച്ചാണ്ടി വരുന്നേ, എണ്ണ തിളപ്പിച്ചോളൂ എന്ന്. പിന്നെ ഒരു ചോദ്യവും പറച്ചിലുമൊന്നുമില്ല, ദാണ്ട് കിടക്കുന്നു പുസ്കെന്നും പറഞ്ഞ് ഞങ്ങളുടെ പരിശുദ്ധ നിതാന്തവന്ധ്യ മഹിമ ദിവ്യശ്രീ പൂച്ചാണ്ടി പിതാവ് തിളച്ച എണ്ണയിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഹിസ് ഗ്രേസ് ഫ്രൈ റെഡിയാകും. അവിടെയുള്ള പട്ടിക്കുഞ്ഞുങ്ങൾക്ക് അത് തിന്നാൻ കൊടുക്കും. നല്ല മുറ്റിയ എല്ലായതുകൊണ്ട് അത് കടിച്ചാൽ അങ്ങേ അണയിൽ നിന്നും ഇങ്ങേ അണയിലേക്കും ഇങ്ങേ അണയിൽ നിന്നും അങ്ങേ അണയിലേക്കും തെന്നി കളിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ പട്ടി പോലും ചീത്ത വിളിച്ച് അത് തുപ്പിക്കളയും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഏറ്റവും ലാഭമുള്ള കച്ചവടം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ സെമിത്തേരി കച്ചവടമാണെന്ന് പറയാം. മുംബൈ നരിമാൻ പോയിന്റിൽ പോലും ഇല്ലാത്ത വില കൊടുത്താണ് ഞങ്ങൾ മുണ്ണക്കുഞ്ഞുങ്ങൾ ശവടക്ക് നടത്തുവാൻ ശവക്കൊട്ടയിൽ സ്ഥലം മേടിക്കുന്നത്. അന്തസ്സിൻ്റെ മേൽവിലാസം. 6x2, അതായത് 6 അടി നീളവും 2 അടി വീതിയുമുള്ള 12 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിന് 50,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ അറുത്തു മേടിക്കുന്ന ആത്മീയ കൊള്ളസംഘങ്ങളാണ് ഈ നാട്ടിലുള്ളത്. ആർക്കും ഒരു ടാക്സും കൊടുക്കേണ്ട, ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടിയുമില്ല. ഇത് നിന്നിട്ടാണ് ഞങ്ങളുടെ പള്ളിത്തന്തന്മാർ കിടന്ന് കുന്തളിക്കുന്നത്. ശവക്കൊട്ട കച്ചവടം നിർത്തിയാൽ അന്ന് തീരും ഞങ്ങളുടെ പള്ളിത്തന്തന്മാരുടെ അഹങ്കാരം. കാലുകൾ പിന്നെ നിലത്തുറച്ചു തുടങ്ങും. കർത്താവിൻ്റെ 2ാം വരവിൽ കൊണ്ടുപോകണമെങ്കിൽ പള്ളിത്തന്തന്മാർ പറയുന്ന കാശ് കൊടുത്ത് കല്ലറ മേടിച്ച് അവരുടെ കൂതാശയും മേടിച്ച് അവിടെ മര്യാദരാമനായി കിടന്നാലേ പറ്റുകയുള്ളൂ എന്നാണ് ഞങ്ങളുടെ തലയിൽ കുഞ്ഞുനാളിലെ അടിച്ചു കയറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പറയുന്ന കാശ് കൊടുത്ത് ഞങ്ങൾ ആ സ്ഥലം വാങ്ങും. പിന്നെ ഞങ്ങളുടെ സകല പ്രൗഢിയും ആ കല്ലറയിൽ കാണിക്കും. ഞങ്ങളുടെ ഈ സൂക്കേട് എങ്ങനെ കാശാക്കാമെന്ന് നൈറ്റിയും വിട്ട് നടക്കുന്ന ഞങ്ങളുടെ പള്ളിത്തന്തന്മാർക്ക് നന്നായി അറിയാം. ഇത് മൊത്തത്തിൽ അള്ളിക്കൊണ്ടുപോവുകയാണെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും മുണ്ണക്കുഞ്ഞുങ്ങൾക്ക് തോന്നാത്തത് കൊണ്ടാണ് ഏതോ ആൺപിള്ളേർ ഞങ്ങളെ മുണ്ണക്കുഞ്ഞുങ്ങൾ എന്ന് പേര് നൽകിയത്. കോവിഡ് കാലത്തെ ആത്മീയവ്യാപാരികളുടെ വയറ്റത്തടിച്ച കാലം എന്ന് വേണമെങ്കിൽ കൂടി നമുക്ക് വിശേഷിപ്പിക്കാം. എന്താ കുഴപ്പമുണ്ടോ? കൂതാശിക്കാൻ പള്ളിയിൽ പോകാതെയും വീട്ടിലിരുന്നും കൂതാശിക്കാമെന്ന് ജനങ്ങൾ മനസ്സിലാക്കി. എല്ലാ ഞായറാഴ്ചയും പാതിരിയുടെ സ്ഥിരം കളിക്കുന്ന ചവിട്ടുനാടകം കണ്ടില്ലെങ്കിലും ഒരു പുട്ടം സംഭവിക്കത്തില്ല എന്ന കാര്യവും ഞങ്ങൾ മനസ്സിലാക്കി. അതുപോലെ ശവമുടക്കിന് ആര് വന്നില്ലെങ്കിലും, പള്ളിയിൽ കൊണ്ട് പാതിരി ശൂശു വെച്ചില്ലെങ്കിലും, പള്ളിപ്പറമ്പിൽ കൊണ്ട് അടക്കിയില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ലെന്നും ഞങ്ങളുടെ പാതിരിപ്പാമ്പുകളുടെ വരുമാനം നിലയ്ക്കുക മാത്രമേ ഉള്ളൂ എന്നും ഞങ്ങൾ മനസ്സിലാക്കി. അതുപോലെ മാമോദിസ വെള്ളം വീണവനെ ദഹിപ്പിക്കുക എന്നത് കേട്ടാൽ തന്നെ തലകറങ്ങി വീഴുമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞാടുകൾ. അവിടെ അപ്പനപ്പൂപ്പന്മാരെ, സഹോദരങ്ങളെ, മക്കളെ ദഹിപ്പിക്കേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടായി. അവർ അത് നിർനിമേഷനായി കണ്ടു നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങളുടെ പള്ളിത്തന്തന്മാർ അടുത്ത അടവിറക്കി ചാരമാണെങ്കിലും കുഴപ്പമില്ല കൊണ്ട് കല്ലറയിൽ വെക്കാമെന്ന്. അങ്ങനെ പള്ളി വിട്ടൊരു കളിയുമില്ലാത്ത ഞങ്ങൾ മുണ്ണക്കുഞ്ഞുങ്ങൾ അതിനും തലകുലുക്കി നീട്ടിയൊരു ആമേനടിച്ചു. ഇനി നമുക്ക് പുതിയ ഒരു എക്കോ ഫ്രണ്ട്ലി, കോസ്റ്റ് എഫക്റ്റീവ്, റെസ്പെക്ട്ഫുൾ വേ ഓഫ് ബറിയൽ കാണാം. ഇതിനെ നിർത്തിയടക്കുക എന്ന് മലയാളത്തിൽ പറയും. ആഫ്രിക്കക്കാരാണ് ഈ രീതിയുടെ ഉപജ്ഞാതാക്കൾ. നമ്മുടെ നാട്ടിൽ കിച്ചൺ ബിന്നിൽ വേസ്റ്റ് നിറയ്ക്കുന്ന പോലെ തോന്നാം. യഥാർത്ഥത്തിൽ ഇതും ഒരു തരം കമ്പോസ്റ്റ് ഉണ്ടാക്കൽ തന്നെയല്ലേ. കർത്താവിനെ പ്രതീക്ഷിച്ച് കുന്തിരിക്കവും മൂടിയിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കൈകൾ ഉയർത്തി നിൽക്കുന്നത്. അതല്ലേ ഒരു റെസ്പെക്ട്ഫുൾ പൊസിഷൻ. ചിലവാണെങ്കിൽ 2 അടി വ്യാസത്തിൻ്റെ ചിലവേ വരൂ. കേരളിൻ്റെ കുറ്റി പോലെ മുകളിലൊരു സാധനം വെച്ചാൽ മതി, സ്റ്റൈലായി. Voilà, me fait un billet. Venez. De côté. Soulevez les mains du cou. Balancez la dalle. Balance. C'est vous qui prenez. C'est lui qui ont tiré vers le pied.
Allez-y. 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 Venez, non? Venez. Hein? Hein? ഞാനിത് പറഞ്ഞത് ശവസംസ്കാര ശുശ്രൂഷകളെയോ രീതികളെയോ അപമാനിക്കാൻ പറഞ്ഞതല്ല. പക്ഷേ വളരെ ലളിതമായി നടത്തേണ്ടുന്ന ഒരു ശവസംസ്കാര ചടങ്ങിന് പള്ളിക്കൊള്ളക്കാർ കൊടുക്കുന്ന രൂപവും ഭാവവും കൺസെപ്റ്റും കോലാഹലങ്ങളും അതിൻ്റെ പിന്നിലെ അക്രൈസ്തവ മാർഗങ്ങളും സാമ്പത്തിക ചൂഷണങ്ങളും കാണുമ്പോൾ അറിയാതെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങ് വിട്ടേരെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.